സംസ്ഥാനത്ത് ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിൻ്റെ പുതിയ വിവരങ്ങൾ എന്താണ് എന്നുള്ള കാര്യം ഒരുപാട് പ്രേക്ഷകർ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് കടക്കുന്നത്. അതുകൊണ്ടാണ് ആ കമൻറ്റുകൾ നേരത്തെ വായിക്കാതിരുന്നത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും 9 ജില്ലകളിൽ ചൂട് കൂടും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. 2 മുതൽ 4 ഡിഗ്രി വരെ താപനില ഉയരും. ഈ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അലക്സ്, വിവരങ്ങൾ എന്താണ് അലക്സ്? ശ്രീജിത്ത്, സംസ്ഥാനം ചുട്ടുപൊള്ളുന്നു. കൂടുതൽ ജില്ലകൾക്ക് താപനില മുന്നറിയിപ്പ് നൽകുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്നും നാളെയും 9 ജില്ലകളിൽ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കൊല്ലം, ആലപ്പുഴ, പാലക്കാട്, തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാകട്ടെ കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പല ജില്ലകളിലും പല പ്രദേശങ്ങളിലും 36 37 ഡിഗ്രി സെൽഷ്യസും ഈ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളിലാകട്ടെ 38 ഡിഗ്രി സെൽഷ്യസ് പുറത്തൊക്കെ ചൂട് രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഈ ചൂടിങ്ങനെ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അതുപോലെ മറ്റു പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിക്കുന്നുണ്ട്. സൂര്യതാപത്തിനും സൂര്യാഘാതത്തിനും ഒക്കെ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനാൽ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. പകൽ സമയത്ത് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. നിർജ്ജലീകരണം തടയാൻ ധാരാളം വെള്ളം കുടിക്കണം, വെള്ളം കരുതണം, അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കണം. തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും ഒപ്പം ഈ മാലിന്യ നിക്ഷേപണ കേന്ദ്രത്തിനോട് അടുത്തൊക്കെ ഉള്ളവരൊക്കെ ജാഗ്രത പാലിക്കണം. അത്തരം കേന്ദ്രങ്ങളിൽ ഫയർ ഓഡിറ്റ് നടത്തി സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിക്കുന്നുണ്ട്. എന്താണെങ്കിലും ചൂട് അടുത്ത ദിവസങ്ങളിലും ഇങ്ങനെ കൂടി തന്നെ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന പ്രവചനം. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. എന്തായാലും സംസ്ഥാനത്ത് ചൂട് കൂടും. അതിൻ്റെ ഭാഗമായുള്ള ജാഗ്രത നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന മുന്നറിയിപ്പാണ് ഉണ്ടാവുന്നത്.